ഹായ്, ഗുഡ് ഈവനിങ്. ക്ലിയർ അല്ലേ മാം പറയുന്നത്? എന്തെല്ലാരും ഭയങ്കര ഗൗരവത്തിലാണല്ലോ. ചിരിക്കടാ, നിങ്ങളുടെ ഹാപ്പി ഫേസ് ഞാൻ കാണട്ടെ. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. ഒന്ന് നീറ്റാണേ, ഒന്ന് ഉഷാറായിട്ട് ഇരുന്നാണ് എല്ലാരും. സ്റ്റാൻഡ് അപ്പ്, നീക്കി നീക്കി നീക്കി. സ്റ്റാൻഡ് അപ്പ്. യാ, ജം ജം ജം. ഒന്ന് ഉഷാറായിക്കേ. ജം 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 ജം.
run, 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 walk, 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 clap, 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 sit down, sit down. ഒന്നുകൂടെ stand up, ചാടി നിൽക്കടാ, stand up. റിവേഴ്സ് കൗണ്ടിങ് ചെയ്തേ, റിവേഴ്സ് കൗണ്ടിങ് ചെയ്തേ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. പെട്ടെന്ന് 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 ഫാസ്റ്റ് ആക്ക്. ഒന്ന് റിവേഴ്സ് കൗണ്ടിങ് ചെയ്തേ. ഓക്കെ, ഒരു ഫിംഗർ നോസിലും ഒന്ന് ഇയറും. ഓക്കെ, റെഡി? ചെയ്യും. 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Yes, okay, very good, super. Sit down. ഇരിക്കും. ഓക്കെ, റെഡി? നമ്മള് കുറച്ച് ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് പഠിച്ചു, അതുപോലെ തന്നെ വവൽസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു വവൽസ്? എ, ഇ, ഐ, ഓ, യു. ഓക്കെ ആണല്ലോ? അതില് ആ വരുമ്പോ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാന്നുള്ളത് നോക്കിയില്ലേ? അപ്പോ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇത് കഴിഞ്ഞ പിന്നെ ജൂൺ 1-നാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മാസത്തെ കോഴ്സ് ആണ്. എല്ലാവരുടെയും കൂടെ പാരന്റ്സ് ഉണ്ടല്ലോ. നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനും സ്പീഡിൽ റീഡ് ചെയ്യാനും പഠിക്കാം. കൂടെ നമുക്ക് ഓരോരുത്തർക്കും എല്ലാ സബ്ജക്ട്സും, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് വേഗം പലരും ഒരുപാട് ടൈം പഠിച്ചിട്ടും മനസ്സിലിരിക്കാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സെറ്റ് ആക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ടൈമിൽ മാം പറഞ്ഞു തരൂ കേട്ടോ. അതുപോലെ തന്നെ പാരന്റ്സിനായാലും എങ്ങനെയാണ് ഒരു നല്ലൊരു പാരന്റ്, നമ്മുടെ മക്കളൊക്കെ ഡയമണ്ട് ആണ്, അവരുടെ ഉള്ളിൽ ഒരു ഡയമണ്ട് ഉണ്ട്. പാരന്റ്സ് എല്ലാവരുടെയും കൂടെ പാരന്റ്സ് ഉണ്ടല്ലോ. എവിടെ? അപ്പോ അവരുടെ ഉള്ളിലെ ഡയമണ്ട് ആണ് നമ്മൾ നോക്കി കാണേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്ഷമ കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ചെറിയ തരത്തിലുള്ള ഓരോരോ ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കിട്ടും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഒരു സ്വർഗവും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുട്ടീനെ വളർത്താനും തളർത്താനും 2 പേർക്ക് പറ്റും. ഒന്ന് പാരന്റ്സിനും ഒന്ന് ടീച്ചേഴ്സിനും. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തൊരു സംഭവം ഉണ്ടെങ്കിലും വാവ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പോലും അറിയാണ്ട് അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അല്ലാണ്ട് എന്താടാ നീ എപ്പോഴും ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ക്ലിയർ ഇല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. യെസ്, ഓക്കെ. അവരില് എന്താ സംഭവിക്കുക? അവര് ഡൗൺ ആയി ഇങ്ങനെ പോകും. അതാണ്. അപ്പൊ നമ്മുടെ പാരന്റിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാനുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഓരോരുത്തരും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. കൂടാണ്ട് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ചിലരുണ്ടാവും ഇപ്പോ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. എത്ര വർഷം നിങ്ങൾ ചിന്തിക്കാം, ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സില് 3ാം ക്ലാസ്സിലൊക്കെ എത്തിയ പിള്ളേര് എത്ര വർഷം സ്കൂളിൽ പോയി? LKG UKG പോയിട്ടുണ്ടാവും, അവിടുന്ന് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇത്ര വർഷം പോയിട്ടും എന്തുകൊണ്ട് കുട്ടി വായിക്കാനും എഴുതാനും പഠിച്ചില്ല ഇംഗ്ലീഷ്? പാരന്റ്സ് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എത്ര വർഷമാണ് ഇവര് പോയത്, എന്നിട്ടും എന്തുകൊണ്ട് കിട്ടിയില്ല? അവർക്ക് കിട്ടിയ ക്ലാസിന്റെ പ്രശ്നമാണ്. അവര് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും മക്കൾ പഠിക്കും, അത് ഉറപ്പാണ്. അത് പഠിപ്പിക്കേണ്ട രീതി എങ്ങനെയെന്നുള്ളത് പാരന്റ്സിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ മിസ്സാക്കി കളയരുത്. നമ്മുടെ ക്ലാസ്സിന്റെ കാര്യം മാത്രമല്ല, ഇഷ്ടംപോലെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കൗൺസിലർ ആണ്, കൂടാണ്ട് ഒരു പാരന്റിങ് കോച്ചായിട്ട് ഇറങ്ങാനുള്ളൊരു പുറപ്പാട് കൂടിയാണ്. അപ്പൊ ഒരു പാരന്റ് എങ്ങനെ ആയിരിക്കണം എന്നും ഒരു സ്റ്റുഡന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോ കുട്ടിയിലും
ഇറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മിസ്സാക്കി കളയണ്ട. മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. നമ്മൾ 3 മാസത്തെ കോഴ്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. 2 മാസം കംപ്ലീറ്റ്ലി അവർക്ക് ക്ലാസ് ഇതുപോലെ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. കൂടാണ്ട് അവരുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ആരാണോ ബാക്കിലോട്ട് പോകുന്നത് അവരെന്തുകൊണ്ടാണ് എന്നുള്ളതെല്ലാം നോക്കിയിട്ട് തന്നെ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. വായിക്കാനും എഴുതാനും പ്രയാസപ്പെടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുക. 3 മാസത്തെ കോഴ്സാണ്. വെറും 1600 രൂപ ഫീ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. മക്കൾക്ക് കിട്ടാൻ പറ്റിയ എത്രയോ ടോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെയും കൂടെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് ഒരു സ്വർഗാവും. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഞാൻ പറയുന്ന പോലെ പാരന്റ്സ് മുന്നോട്ട് പോവാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ തുടങ്ങിയല്ലേടാ? റെഡി? സൗണ്ടിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. രാവിലെ അവിടെ പോയി ഇറങ്ങി പോരാൻ പറ്റാത്തൊരു കല്യാണം. സോ അതുകൊണ്ട് രാവിലെ അവിടെ പോയി നിന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ തിരിച്ചെത്തിയിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സൗണ്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്. ക്ലിയർ കുറവുണ്ടോ? സെക്കൻഡ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, റെഡി? അപ്പൊ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ മാമിന്റെ മക്കള് ക്ഷമിക്കൂലേ? റെഡി ആണോ? എന്നാ റെഡി മാം പറയടാ. എന്ത് ഇതിന് നോക്കി പഠിപ്പിച്ചോണ്ടിരിക്കണത്? റെഡി ആണോ? യെസ്. ഓക്കെ, യെസ്. ഓക്കെ, തുടങ്ങാം. നമ്മളിപ്പം വവൽസ് പഠിച്ചു. അപ്പോ ആ വരുമ്പോ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാന്നുള്ളത് നോക്കി അല്ലെ? ആ വരുമ്പോ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാന്നുള്ളത് നോക്കി. നെക്സ്റ്റ്, ഓക്കെ, ഇയാളുടെ സൗണ്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്തേനു? പറ. ഈ ബിന്റെ കൂടെ ഉണ്ടല്ലോ, ഇയാളുടെ സൗണ്ട് നമ്മൾ എന്തെയ്യുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നെ? ല് എന്നല്ലേ പഠിച്ചത്? ല് ആൻഡ് ല് എന്നും പറയും. ല്. അപ്പൊ ഇവർ രണ്ടുപേരും ഹലോ സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാന്നറിയോ? എങ്ങനെയാ റീഡ് ചെയ്യാറിയോ? ബ്ലേ ബ്ലേ ബ്ലേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഉറക്കൊന്ന് പറഞ്ഞാ നിങ്ങള്. അപ്പുറത്തെ വീട്ടിലെ താത്ത കേൾക്കണം കേട്ടോ. അവര് ഓടി വരണം. എന്തേനും ഇന്നലെ ഇവിടെ എത്ര സൗണ്ട് ചോദിക്കണം. ഓക്കെ, റെഡി? ഓക്കെ, പറഞ്ഞോ. ബ്ലേ ബ്ലേ ബ്ലേ. ഓക്കെ, റെഡി? ബ്ലേ ബ്ലേ ബ്ലേ. ഓക്കെ, എഴുതിക്കോ. 3 ടൈംസ് എഴുതിക്കോ. ഉറക്കെ പറഞ്ഞുകൊണ്ട് എഴുതിക്കോ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതുമ്പോ നിങ്ങളുടെ ചെവി കേൾക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞ് എഴുതരുത് എന്നർത്ഥം. ഉറക്കെ പറഞ്ഞുകൊണ്ട് എഴുത്. ബ്ലേ ബ്ലേ ബ്ലേ. ഈ എഴുതലോട് കൂടിയിട്ട് തന്നെ ഇവയാളെ എവിടെ കാണുകയാണെങ്കിലും ബ്ലേന്ന് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, സെറ്റ്? പറഞ്ഞെഴുത്. ബ്ലേ ബ്ലേ ബ്ലേ. ബ്ലേ ബ്ലേ ബ്ലേ. ബ്ലേ ബ്ലേ ബ്ലേ. ഓക്കെ, വെരി ഗുഡ്. ഫിനിഷ് ആയ ഒരു കൂളിംഗ് ക്ലാസ് വെച്ചോ. ഞാൻ എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ടിങ്ങിലെ ഓരോ കൂളിംഗ് ക്ലാസ് തന്നിട്ടുണ്ട് ഇല്ലേ? യെസ്. അത് വെച്ചിങ്ങനെ നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളായിരിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു വൈബാ മാമിന്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരെയും. ഐ ലവ് യു സോ മച്ച്. ഓക്കെ, എന്നും നിങ്ങൾ ഓരോരുത്തരും എന്റെ കൂടെ തന്നെ വേണം കേട്ടോ. നിങ്ങൾക്ക് സന്തോഷം വന്നാലും എൻ്റെ അടുത്ത് പങ്കിടാം, സങ്കടം വന്നാലും തീർച്ചയായിട്ടും എന്നെ വിളിക്കാം, എന്നും എന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ഇനിയിപ്പോ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല അതൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും കൂടെ ഉണ്ടാവും ഇനി മുതൽ എന്നും. കാരണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ മക്കളാ, എൻ്റെ പൊന്നു മക്കളാ. സോ നിങ്ങൾക്ക് എന്തുണ്ടോ എൻ്റെ അടുത്ത് തുറന്നു പറയാട്ടോ. യെസ്. ഓക്കെ, തുടങ്ങാം. ബ്ലേ. എന്നാലിതാ ഈ ബ്ലീന്റെ കൂടെ ഹലോ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. കണ്ണൊക്കെ തുറന്ന് പിടിച്ചിട്ട് ശ്രദ്ധിച്ചു ഇവിടെ ഇരുന്നോളൂ കേട്ടാ. ഓക്കെ, ഈ ബ്ലീഡ് കൂടെതാ നമ്മുടെ ആ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ?
എങ്ങനെ റീഡ് ചെയ്യാ? പറ ബ്ലേ പറയടാ. ബ്ലേ ആ ബ്ലാ ആണോ? ആണടാ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ, ബ്ലാ. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. ജംപ് ആൻഡ് റീഡ്, ജംപ് 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 ജംപ്. എന്താടാ സ്റ്റാൻഡ് അപ്പ് ഒക്കെ പറഞ്ഞിങ്ങനെ ആടിക്കൊഴിഞ്ഞ് നിൽക്കുക. ബ്ലേ ബ്ലാ ബ്ലാ ബ്ലാ. യെസ്, ഓക്കെ. ബ്ലാ 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 ബ്ലാ. ഓക്കെ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. പറഞ്ഞോണ്ട് 5 ടൈംസ് എഴുതിക്കോ. ഇന്നെ പറ്റിക്കണുണ്ട് ഇല്ലേ? ആദ്യം തന്നെ എഴുതി വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നവരുണ്ടല്ലോ. അത് പറ്റൂല, അത് പൗളാട്ടോ. എന്നെ പറ്റിക്കരുത് കേട്ടങ്ങളെ. യെസ്, ഓക്കെ. പറഞ്ഞെഴുത്. ബ്ലാ ബ്ലേ ആ ബ്ലാ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ രണ്ടുപേരുണ്ടല്ലോ. ഹലോ, ഒന്നിവിടെ ശ്രദ്ധിക്കടാ. ഇവർ രണ്ടുപേരുണ്ടല്ലോ, എവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ ബ്ലൂ 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 അങ്ങനെ ഒരുമിച്ച് തന്നെ റീഡ് ചെയ്യണം. ബ്ലൂ. ഓക്കെ, ബ്ലൂന്റെ കൂടെ ആ വന്നു. അപ്പൊ നമ്മള് ബ്ലാ ബ്ലൂ ആ ബ്ലാ. പറഞ്ഞോണ്ട് എഴുത്. ബ്ലേ പറഞ്ഞെഴുത്, ഉറക്കെ പറഞ്ഞെഴുത്. ബ്ലേ ആ ബ്ലാ. ബ്ലേ. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അഫർമേഷനും മെഡിറ്റേഷനും ബ്രെയിൻസും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഈ അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ മെല്ലെ 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 ട്രാക്കിൽ കയറും എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങും. കഷ്ടപ്പെട്ട് പഠിക്കല്ലാണ്ട് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ എല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. ഓക്കെ, ബ്ലാ എഴുതിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പാരന്റ്സിന് റീഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതെങ്ങനെയാ റീഡ് ചെയ്യാ? പറഞ്ഞോ. നമ്മൾ ഇയാളുടെ സൗണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തേനടാ? പറ. ന്നല്ല, സീന്നല്ല കേട്ടോ. ഞാൻ എടുത്ത് തെറ്റൂട്ടാ. സീന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ കീന്റെ കൂടെ ആരാ വന്നിട്ടുള്ളത്? ആരാടാ? ഓക്കെ, ഗുഡ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വന്ന നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ? ക്ലേ ക്ലേ ക്ലേ. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. സൗണ്ട് വല്ലാണ്ട് പോകുന്നുണ്ട്. സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, ജംപ് ആൻഡ് റീഡ്, ജംപ് 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 ജംപ്. ക്ലേ ക്ലേ ക്ലേ. എന്താ ചിങ്ങായിമാരെ, നിങ്ങൾക്ക് ചാടാൻ അറിയൂല? ചിലവര് പശൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട് ചെയറിൽ. ഓക്കെ, ക്ലേ 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 ക്ലേ. ഓക്കെ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. എഴുതിക്കോ. പറഞ്ഞോണ്ട് എഴുതിക്കോ. ക്ലേ ക്ലേ ക്ലേ. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം ഓരോ കാര്യങ്ങളും. ക്ലേ ക്ലേ ക്ലേ. മെഡിറ്റേഷൻ അഫർമേഷൻ ബ്രെയിൻസും കാര്യങ്ങളെല്ലാം ഞാൻ മോർണിംഗിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. പിന്നെ നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻസ് ഞാനാണ് തരിക. ഒരു ഡേ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാനാണ് തരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് രാവിലെ കുറച്ചു നേരം പഠിക്കാൻ എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ 21 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിറാക്കിൾ സംഭവിക്കും. നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങളുടെ പുറകെ ഇരുന്നിട്ട് പഠിക്ക് വായിക്ക്. ഇത് കേട്ട് നിങ്ങൾ മടുത്തിക്കണില്ലേ? ഞാനും ചെറുതിൽ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കേട്ട് എനിക്ക് കേൾക്കുന്നതേ കലയായിരുന്നു. എത്ര പേരുണ്ട് കേട്ട് മടുത്ത്? എത്ര പേരുണ്ട് ഇതില്? പഠിക്കുന്ന് കൈവ അവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. ഏതു നേരം നോക്കിയാലും പഠിക്കുന്ന് മാത്രം കേട്ടോണ്ടിരിക്കണ കൊറേ പേരുണ്ടല്ലേ. കൂടുതൽ പേര്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടാ. എന്റെ ഉമ്മാക്കും പഠിച്ചിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് കേൾക്കേണ്ടി വരൂല ഇൻഷാല്ലാ. അതുപോലെ തന്നെ നിങ്ങളുടെ പാരന്റ്സിനും അത് പറഞ്ഞുകൊണ്ട് കൊയങ്ങേണ്ടി വരൂല. ഓക്കെ, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. യെസ്, കാരണം ആ ടൈം ടേബിൾ അല്ല, സോറി,
ആ റുട്ടീൻ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിടും. അത് നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് റുട്ടീൻ ചാർട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അത് ചാർട്ടിൽ എഴുതും. ഇപ്പുറത്ത് റുട്ടീന് മോർണിംഗിലുള്ളതും ഈവനിങ്ങിലുള്ളതും എഴുതും. ഇപ്പുറത്ത് കള്ളികൾ വരച്ചെടുക്കും. അപ്പൊ ഓരോ ടാസ്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താക്കണം, ഇതിൽ പോയിട്ട് ടിക്ക് ഇടണം. അപ്പൊ ഇതിങ്ങനെ കംപ്ലീറ്റ് ആവുമ്പോ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു വൈബ് എടുക്കും. നമ്മുടെ ചാർട്ട് ഫുള്ള് ശരിയായിരിക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്. അങ്ങനെ 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 ലാസ്റ്റ് നമ്മുടെ ക്ലാസ് അവസാനം ആവുമ്പോ നമ്മുടെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനെ തെരഞ്ഞെടുക്കും. അപ്പോ അത് അവർ ഗിഫ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിൽ വരും. അതൊക്കെ വല്ലാത്തൊരു വൈബ് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്തോളൂണ്ടു കേട്ടോ. ക്ലിയർ? ഓക്കെ. ഈ ക്ലീന്റെ കൂടെ ഉണ്ടല്ലോ നമ്മുടെ ആ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ റീഡ് ചെയ്യാ? എങ്ങനെയാ റീഡ് ചെയ്യാ? ക്ലേ പറയടാ. ആ ക്ലാ. ക്ലേ ആ ക്ലാ. പറഞ്ഞോണ്ട് എഴുതിക്കോ. പറഞ്ഞോണ്ട് എഴുത്. 3 times പറഞ്ഞോണ്ട് എഴുത്. ക്ലേ ആ ക്ലാ. ക്ലേ ആ ക്ലാ. പിന്നെ സ്കൂള് തുറന്നെന്ന് കരുതിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല കേട്ടോ. നൈറ്റിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സ്കൂളിലെ പഠനങ്ങളോ മദ്രസയിലെ പഠനങ്ങളോ ഒന്നും നമ്മുടെ ക്ലാസ്സിനെ ബാധിക്കൂല. അരമണിക്കൂർ ലൈവും അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആർക്കും ക്ലാസ് മുന്നോട്ട് പോവാം. അതുകൊണ്ട് തന്നെ മക്കൾക്കും ഓവർലോഡ് ആവേ ഒരുപാട് പഠിക്കാണ്ട് എന്നുള്ള തോന്നൽ വരുമൊന്നുമില്ല കേട്ടോ. അതുപോലെ പാരന്റ്സിനും ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്റെ ലൈവ് സെഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ അന്നെടുത്ത കാര്യങ്ങൾ അവര് പഠിച്ചെടുക്കും എന്നുള്ളതാണ്. ക്ലാ. ഓക്കെ ആണല്ലോ? ക്ലീ 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 ക്ലാ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരാളെയും കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിക്കോട്ടോ. ഫ്ലാ എങ്ങനെ എഴുതാ? ഫ്ലാ. ഫ്ലേ 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 നമുക്കറിയാം. ഫ്ലാ എഴുതിക്കോ. ഇനി നോക്കണ്ട കേട്ടോ. ആര് പാരന്റ്സിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ചിലർക്ക് സ്വഭാവം ഉണ്ട്. എന്താന്നറിയോ? ഹലോ, ചിലർക്ക് സ്വഭാവം ഉണ്ട്. എന്താ അറിയോ? എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് പാരന്റ്സിന്റെ മുഖത്തേക്കോ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ എന്താ, അവര് വായിന്ന് വരുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട, സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് എഴുതിയാ മതി കേട്ടോ. ഫ്ലാ സിമ്പിൾ അല്ലേ? നമ്മൾ ഫ്ലൂ പഠിച്ചിട്ടുണ്ട്, ഫ് പഠിച്ചിട്ടുണ്ട്, ല് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഫ്ലാ എഴുതാൻ എന്താ പണി? കഴിഞ്ഞവര് നീറ്റുന്ന് ഡാൻസ് ചെയ്തോ? നിങ്ങളുടെ വെറൈറ്റി സ്റ്റെപ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാനും നോക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഡാൻസ് കണ്ട് 3 പേരെ എൻജോയ് ചെയ്യും. ഒന്ന് നമ്മൾ തന്നെ, നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തന്നെ വല്ലാത്ത സന്തോഷം തോന്നും. ഒന്ന്, നിങ്ങൾ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ്സിന്റെ ഫേസിലേക്ക് നോക്കേ, അവരുടെ ഫേസിൽ വല്ലാത്ത ഹാപ്പിനെസ് ഉണ്ടാവും. അതൊക്കെ സത്യമാണ്. മാക്സിമം എൻജോയ് ചെയ്യുക. പഠിക്കുന്ന കാര്യത്തിലാണ്, എല്ലാ കാര്യത്തിലും എന്താക്ക എൻജോയ് ചെയ്തിട്ടാവുമ്പോ എന്താവും അറിയോ? നമുക്കൊന്നും ഒരു ഭാരമാവൂല. എല്ലാം നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. യെസ്. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് വീഡിയോ ഇന്നത്തെ ഞാൻ സെൻഡ് ചെയ്ത് തരണ്ട് കേട്ടാ. നിങ്ങളുടെ ഡാൻസ് നിങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്കും കാണാം. ചെയ്തോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഡാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളിങ്ങനെ ഇതാ ഞാന് നിങ്ങളെ ഉമ്മച്ചിമാർക്ക് കാണിച്ചു കൊടുത്തോളൂണ്ട് കേട്ടാ. കുറെ പേര് ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ ഡാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഓക്കേ. അല്ലോ, ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ലേടാ. ഞാൻ തോറ്റു പോയോ? ചെക്ക് ചെയ്തോളി. കറക്റ്റ് ആണോ? ആണടാ. യെസ്. എനർജി ഇല്ല കേട്ടാ. പോരാ. എന്റെ ക്ലാസ്സിൽ ഇരിക്കണേ നിങ്ങൾ ബൂസ്റ്റ് കുടിക്കേണ്ടി വരും. എനർജി ഇങ്ങോട്ട് വരേണ്ടി വരും എന്നർത്ഥം. ഫ്ലാ ഫ്ലേ ആ ഫ്ലാ. ഫ്ലേ ആ ഫ്ലാ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ എഴുതിക്കോ. ഒരാളുടെ സൗണ്ട് കൂടെ, അതല്ല വേറൊരാളും കൂടെ പരിചയപ്പെടുത്താം കേട്ടോ. ഓക്കെ. എല്ലാരും ശ്രദ്ധിച്ചു കണ്ണൊക്കെ തുറന്നിരുന്നു. പുതിയ ഒരാളെയാണ് മാം കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ണൊക്കെ തുറന്നിരുന്നോളൂ കേട്ടാ. യെസ്. ഓക്കെ. ഇയാളുടെ സൗണ്ട് എന്താടാ? പെട്ടെന്ന് പറ. എന്താ പറഞ്ഞോ? ബ്. യെസ്. ഓക്കെ. ഇയാളുടെതോ? റ്. ആണല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ? ഇങ്ങനെ മുറിച്ച് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവാറോ? നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും കത്തും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും.
ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ? ബ്ര. അല്ലേ? അല്ലേ? ആണ്. ബ്ര. സ്റ്റാൻഡ് അപ്പ്. നീറ്റോ നീറ്റോ നീറ്റോ. ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. ജമ്പ് 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 ജമ്പ്. ബ്ര 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 ബ്ര. ഓക്കേ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. എഴുതിക്കോ. ഈ എഴുതലോട് കൂടിയിട്ട് ഇവരെ രണ്ടുപേരെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ കിട്ടണം. ബ്രേ ബ്രേ. എഴുത് 3 ടൈംസ് എഴുത്. ബ്രേ 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 ബ്രേ. നല്ല മക്കളെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നിങ്ങളെ. എല്ലാരും നല്ല ചിരിച്ച് നല്ല ഹാപ്പി ഫേസോട് കൂടിയിട്ടാ മാമിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അടിപൊളി. ബ്രേ. എന്നും ഇങ്ങനെ തന്നെ ആവണം കേട്ടോ നിങ്ങള്. പഠിക്കേണ്ട ടൈം വരുമ്പോ സന്തോഷത്തോടു കൂടി നമ്മളിതാ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്ന നമ്മൾക്ക് മുന്നേ നമ്മൾ എവിടെയും പോയതോ എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ മുമ്പ് നടന്നതോ അതിന്റെ അപ്പുറത്ത് നടന്നതോ സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നേരെ മറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ ഉണ്ടാവുക? മുമ്പ് ഉമ്മച്ചിമാര് ചീത്ത പറഞ്ഞതും അമ്മമാര് ചീത്ത പറഞ്ഞതും അടിയിടി ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. സങ്കടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരും. അപ്പോ എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോ നല്ല മനസ്സോട് കൂടിയിട്ട് ഉമ്മമാരെ കയ്യിൽ നിന്ന് ചീത്ത വാങ്ങിച്ചിട്ടോ അടി കിട്ടിയിട്ടോ പോയി പഠിക്കടാന്ന് പറഞ്ഞിട്ട് ഒന്നും ആവരുത്. നമ്മുടെ ഇഷ്ടപ്രകാരം സ്വയം പഠിക്കാനിരുന്നിട്ട് ഞാൻ ബ്രീത്തിങ് എക്സസൈസ് പഠിക്കാതിരിക്കേണ്ട ടൂൾസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പൊ അതെല്ലാം ചെയ്തിട്ട് ഇരിക്കുമ്പോ അരമണിക്കൂർ പഠിക്കേണ്ട ആളുകൾക്ക് 1/4 മണിക്കൂർ പഠിച്ചാൽ മതി. അങ്ങനെ ആവുമ്പോ എന്താ ഉണ്ടാവുക? ബാക്കി അരമണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം? കളിക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അടിപൊളിയല്ലേ? യെസ്. ഓക്കെ. ബ്രേ. ഈ ബ്രീന്റെ കൂടെതാ വന്ന നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ? പറ. ബ്രാ. യെസ്. ഓക്കെ. വെരി ഗുഡ്. ബ്രേ ബ്രാ ബ്രേ ബ്രാ ബ്രേ ബ്രാ. എഴുതിയോ? ത്രീ ടൈംസ് ചെയ്ത് 3 ടൈംസ്. ഹലോ വെറൈറ്റീസ്. നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ചെയറിലൊന്നും കയറി ദയവ് ചെയ്ത് ഡാൻസ് ചെയ്തിട്ട് എന്നെ പറയിപ്പിക്കരുത് കേട്ടാ. താഴെ ഇറങ്ങി നിന്നിട്ട് നിങ്ങൾ ഏത് വെറൈറ്റി സ്റ്റെപ്പും കൊണ്ടുവന്നോളിട്ടാ. ഓക്കെ. അടുത്ത മാം പറയട്ടെ. എന്നാല് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതൂലടാ? ഒറ്റയ്ക്ക് എഴുതൂലേ? പറയട്ടെ. ഡ്രാ. എഴുതിക്കോ. ഡ്രാ ഡ്രാ ഡ്രാ. എഴുതിക്കോ. തെറ്റിപ്പോയിക്കൂടെ. തെറ്റിയവര് സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ തെറ്റിയിട്ട് തന്നെ പഠിക്കുക. നമ്മൾ സ്കൂളിൽ പോകുന്ന എന്തിനാ? പലർക്കും പ്രശ്നമുണ്ട്. എന്താ അറിയോ? എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് തെറ്റിപ്പോവോ പേടിച്ചിട്ട് ഇങ്ങനെ ബാക്കോട്ട് നിൽക്കും. സ്കൂളിൽ നിന്ന് ആരെങ്കിലും പാട്ട് പാടാൻ, ആരെയോ പാട്ട് പാടാൻ, ആരെ കഥ പറയാന്നൊക്കെ ചോദിച്ചാൽ എന്തിനാ ബാക്കോട്ട് നിൽക്കുന്നേ? നമുക്ക് അറിയാത്തോണ്ട് പഠിക്കാനല്ല നമ്മൾ സ്കൂളിൽ പോകുന്നത്. പിന്നെ തെറ്റിപ്പോവെന്നുള്ള പേടി എന്തിനാ? തെറ്റുന്നോണ്ടല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ. കഷ്ടപ്പെട്ട് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എന്ത് അവസരം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്താക്കുക? അതിലെല്ലാം പങ്കെടുക്കുക, മുന്നോട്ട് പോവാ. തെറ്റ് തിരുത്തി തരാനാണ് ടീച്ചേഴ്സ് സ്കൂളിലുള്ളത്. അപ്പൊ ഒന്നും പേടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണ്ട? ബാക്കോട്ട് നിക്കണ്ട ട്ടാ. യെസ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഡ്രാ. ഫിനിഷ് ആയവര് നെയ്റ്റ് ഡാൻസ് ചെയ്യടാ. കുറെ പേര് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കട്ടെ. ചെക്ക് ചെയ്തോളി. ഞാനിത് സ്പീഡിൽ പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ സ്പീഡായിട്ടൊന്നുമല്ല നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുക. ഓരോ ലെറ്റേഴ്സും നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് അടുത്തടുത്ത് പോവാട്ടോ. ഓക്കെ. നമ്മുടെ ഡെമോ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോണേ. ഡ്രേ ഡ്രാ ഡ്രേ ഡ്രാ. ഓക്കെ ആണല്ലോ? 3 ടൈംസ് പറഞ്ഞുകൊണ്ട് എഴുത്. ഡ്രേ ഡ്രാ ഡ്രേ ഡ്രാ. തെറ്റല്ലേ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ സൗണ്ട് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടാ. ഇയാളുടെ സൗണ്ട് എന്താ?
പ് എന്നാണ്. പറഞ്ഞോണ്ടേത് നമുക്ക് 2-3 വേർഡ് എഴുതി നോക്കാനാണ്. പറഞ്ഞെഴുതട്ടോ. ഇപ്പം തന്നെ അത് മനസ്സിൽ സെറ്റ് ആവണം കേട്ടോ. പിന്നെ ഇയാൾ എവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ പി എന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ. ഹലോ, ഇയാളെ കാണുമ്പോ പി എന്ന് പറയാൻ നിൽക്കണ്ട. എന്താ സംഭവിച്ചു? യെസ്, ഓക്കെ. അങ്ങനെയാണ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിക്കേ. ക്ലാപ്പ് എന്ന് എങ്ങനെ എഴുതാ? ക്ലാപ്പ് എഴുതിക്കോ, തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോവാനാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ക്ലാപ്പ് പറഞ്ഞോക്കെ. പക്ഷേ തെറ്റാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മളൊരു വേർഡ് എഴുതുമ്പോ പറഞ്ഞ് എഴുതുക. ക്ലാപ്പ്. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും. ക്ലാപ്പ്, ക്ലാപ്പ്. അങ്ങനെ പറഞ്ഞെഴുതി കഴിഞ്ഞാൽ അത് സെറ്റ് ആവുള്ളൂ, എഴുതാൻ കിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് വരിക എന്നുള്ളത്, ഏതൊക്കെ ലെറ്റേഴ്സിന്റെ സൗണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് കേട്ടേക്ക് നിങ്ങൾ എഴുതാൻ പോകരുത്. സ്കൂളിൽ നിന്നായാലും പറഞ്ഞു നോക്കുക, പലതവണ പറഞ്ഞു നോക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലാപ്പ്. എന്റേത് കഴിഞ്ഞിട്ട് ഇടോ. ക്ലാപ്പ്. യെസ്, ഓക്കെ. എന്റെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ കഴിഞ്ഞോ? കഴിഞ്ഞവരൊക്കെ ഒന്ന് കൂളിംഗ് ക്ലാസ് വെച്ചാണ് ഞാൻ എത്ര പേരത് കഴിഞ്ഞിരിക്കുന്നതെന്ന് നോക്കട്ടെ. ക്ലാപ്പ്. അല്ലോ, മാഷാല്ലാ, വെരി ഗുഡ്. കിട്ടിയോ? കുറെ പേര് കിട്ടിയിട്ടുണ്ടല്ലോ. ക്ലാപ്പ്. കൂളിംഗ് ക്ലാസ് വെക്കാത്തവർക്ക് കിട്ടിയിട്ടില്ല എന്നാട്ടോ ഞാൻ വിചാരിക്കുക. യെസ്, അടിപൊളി. കഴിഞ്ഞു. ആരാ അവിടെ അടി ഉണ്ടാക്കണത്? റബ്ബി, ഞാനിവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ അടി കൂടുണ്ടാ? നിങ്ങൾ എല്ലാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് വിചാരിച്ചിട്ട് അവിടെ അടി ഉണ്ടാക്കണ്ട. ഓക്കെ, കാണിക്കട്ടെ, ഞാൻ കാണിക്കാൻ പോവാണ്. യെസ്, ഓക്കെ. ചെക്ക് ചെയ്തോളി. കറക്റ്റ് ആണോ? എനർജി പോരാ. യെസ്, വെരി ഗുഡ്. പറയടാ ശരിയാണെങ്കിലേ. ഓക്കെ, പറഞ്ഞോണ്ട് 3 ടൈംസ് എഴുതിക്കോ. പറഞ്ഞോണ്ട് 3. ഉമ്മമാരും പറയുന്നുണ്ടോ? ഓക്കെ, അടിപൊളി, സൂപ്പർ. അതാണ് നമ്മൾ പഠിക്കുമ്പോ എൻജോയ് ചെയ്ത് പഠിപ്പിക്കാനിരിക്കണം, പാരന്റ്സ് ആയാലും. അല്ലാണ്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ നോക്കി കാണുമ്പോ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ലെവലിൽ നിന്നിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ നോക്കരുത്. കാരണം ഇവര് ചെറിയ പിള്ളേരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റിൽ നിന്ന് നോക്കരുത്. എന്ത് ചെയ്യണം, എപ്പോഴും മക്കളെ നോക്കുമ്പോൾ നമ്മളൊന്ന് അവരുടെ ലെവൽക്ക് ഇറങ്ങി ചെന്നിട്ട് നോക്കണം. അപ്പൊ ചിലപ്പോ നമ്മളിലെ കുട്ടീനെ പുറത്തു കൊണ്ടുവരേണ്ടി വരും. കാരണം നമ്മളിലുള്ളിലും കുട്ടിത്തുണ്ടല്ലോ. നമുക്കും കളിക്കാൻ അറിയാം, ചിരിക്കാൻ അറിയാം, എല്ലാം അറിയാം. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഭയങ്കര ഗൗരവത്തിൽ ഞാൻ എല്ലാം തികഞ്ഞതാണ് എന്നുള്ള ലെവലില് മക്കളെ പഠിക്കടാന്നും പറഞ്ഞിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കൂല. ചിലപ്പോ അവര് പഠിക്കും, അത് കുറച്ച് കഴിഞ്ഞാല് അവിടത്തോട് കൂടിയിട്ട് തന്നെ കഴിയും. അപ്പൊ എപ്പോഴായാലും നിങ്ങൾ എന്താക്കുക, കളിയിലൂടെ മക്കളെ പഠിപ്പിക്കാനിരിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും വല്ലാണ്ട് ഉണ്ടാവൂല, അവരും ഓട്ടോമാറ്റിക്കലി ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോ പാരന്റ്സ് ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ് കഴിയാണ്. പിന്നെ പാരന്റ്സിനും ചിലർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല മാം എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പാരന്റ്സ് മക്കളെ കൂടെ ഇരുന്നിട്ട് നന്നായിട്ട് വായിക്കാനും എഴുതാനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിലെ ഫീഡ്ബാക്സ് കാര്യങ്ങളെല്ലാം ഇൻഷാല്ലാ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. തീർച്ചയായിട്ടും മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം തന്നെ ആയിരിക്കും. ഞാൻ അവരുടെ ഒരു കോച്ചായിട്ട്, അവരുടെ ഒരു മെന്ററായിട്ട് അവർ ഓരോരുത്തരെയും കൂടെ തന്നെ ഉണ്ടാവും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ പോവല്ലേ? ഓക്കെ, ഫീയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താക്കുക, അതൊന്ന് നോക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് 25-ാം തീയതിയുടെ ഉള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ ഓക്കെ, പോവാ. അപ്പൊ എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത
എന്റെ മക്കൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും എന്റെ കൂടെ തന്നെ വേണം കേട്ടോ. എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാമിനെ നമ്മുടെ ഡാഫോഡിൽസിലെ എല്ലാ മക്കളെയും ഉൾപ്പെടുത്തുക കേട്ടോ. പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. യെസ്, എല്ലാവരും വാട്സപ്പിൽ വാ.